മണ്ടയ്ക്കോട്ട് വലിഞ്ഞേറിയിട്ട് തിരിച്ച് ഇറങ്ങാൻ അറിയാൻ പാടില്ലാണ്ടായ പണി പാടും. ഈ പഞ്ചായത്തിൽ ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്പോ കാണിച്ചു തരാവേ. ഇതിന്റെ മണ്ടയ്ക്കോട്ട് കയറാൻ സ്ഥലമുണ്ട്. കയറണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷൻ അല്ല. ഞാൻ കയറാൻ പാകത്തിന് മറ്റേ ഷൂ ഇട്ടല്ല വന്നത്. ഞാനൊരു ഡ്രൈവ് മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ കയറാൻ സ്ഥലം കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. നോക്കട്ടെ കേട്ടോ. ഏതായാലും കുറച്ച് ദൂരം കൂടിയിട്ട് കുറച്ചും കൂടെ ദൈവമേ തിരിച്ചറിയാൻ അറിയണേ. ഇങ്ങനെ ഇവിടെ കയറാൻ താഴെ പോലും എനിക്കറിയില്ല. ഞാൻ എന്ത് തിരിച്ചാണ് കയറി പോകുന്നത് എനിക്കറിയില്ല. എന്റെ മാതാപിതാക്കളുടെ സോളോ വന്നേക്കാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോളോ കിട്ടുമെന്ന് പറയാനില്ല. വീട്ടിൽ ഒരു 40-45 കിലോമീറ്റർ ഉള്ളൂ. ഞാനൊരു ഡ്രൈവ് വെറുതെ ഇരുന്ന് ഭയങ്കര ബോറിച്ചു. കുറേ ദിവസം കൂടെ ഓഫ് ഇട്ടിട്ട് ഇറങ്ങി പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ചൂടായതുകൊണ്ട് മൊത്തത്തിൽ കാറ്റ് വരുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം 7 മണിയായി. നമുക്ക് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. ഇവിടെ 7 മണിയായെങ്കിലും നമുക്ക് ഒരു 6 മണി കഴിഞ്ഞൊരു ഫീലിംഗൊക്കെ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങും. ഇപ്പം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇരുട്ടുന്നതെങ്കിലും ആ ഇരുട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടും. ഇരുട്ട് കഴിഞ്ഞ് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഡോണമോള് ഷിഫ്റ്റിൽ പോയേക്കാണ്. നമ്മൾ പെടും. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങി താഴെ പോയിരിക്കാം. ഇത്ര നേരം പാട്ടൊക്കെ കേട്ട് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവന് പേടിയൊന്നും കണ്ടിട്ട് ആ മണ്ടയ്ക്കാണ് നമ്മൾ ഇരുന്നത്. നമ്മൾ പാതി വഴി ഇറങ്ങിയത് വലിയ പാടൊന്നും ഇല്ല. ജസ്റ്റ് പിന്നെ പോയി താഴ്പോന്നുള്ളൂ. ഒരു ഇല്ല നമ്മുടെ നാട്ടിൽ മലയാറ്റൂർമലയൊക്കെ കയറിയിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് സിമ്പിൾ. നിങ്ങൾക്ക് ടൈം കാണാവോ? 7:05. ഈ സമയത്തും ഇത്ര വെളിച്ചുണ്ട് ഇവിടെ. അപ്പോൾ നേരെ പതുക്കെ ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 8 മണി ആറ് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമുക്ക് 12 വെച്ചോ അല്ലെങ്കിൽ ഇവിടെ കണ്ടാൽ പോകാം. ഭയങ്കരമായിട്ട് അടച്ചുകൂടിയത് ഉള്ളിൽ വല്ലാണ്ട് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നെ ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് പക്ഷേ വെള്ളം സാധനം മാത്രം അത്രയും വെള്ളം പോയേക്കാണെന്ന് എനിക്ക് എവിടെ പോകുന്നത്. അതാണ് പ്രശ്നം. നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞ് കിടക്കാൻ അവിടെ എത്തും. സിറ്റിയിലെത്തും. പിന്നെ നമുക്ക് ബാക്കി ഇരിക്കാൻ കുറച്ച് നേരം. സമയം 10 മണി ആറായി. ഞാൻ നിങ്ങളെ മറ്റേ ബീച്ചിനോട് കൊണ്ടുപോയിട്ടുള്ള കാഴ്ചകളോട് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പാർക്കിംഗ് വരുന്നില്ല. നാളെ നൈറ്റ് മാർക്കറ്റ് ആയിരുന്നു സ്റ്റാൻഡിൽ.